നിങ്ങളുടെ ബിസിനസ്സിലെ പർച്ചേസ് കോസ്റ്റും പർച്ചേസ് പേയബിൾസും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കാറുണ്ടോ? ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണോ? നമസ്കാരം, എൻ്റെ പേര് റോസ്മേരി ജോൺസൺ. ഞാൻ നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസിലെ മാനേജർ കോസ്റ്റിംഗ് ആണ്. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടാണോ പോകുന്നതെന്ന് നോക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കുന്നത് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാഷ് ബാലൻസും വാലുവേറ്റ് ചെയ്യും. പക്ഷേ ഈ പ്രോഫിറ്റിൻ്റെയും ക്യാഷ് ബാലൻസിൻ്റെയും അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോയുടെയും ബേസിൽ ഒരു ബിസിനസ് നന്നായിട്ടാണ് റൺ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനാവത്തില്ല. അതിനായി ക്യാഷ് ഔട്ട്ഫ്ലോ പ്രോപ്പറായിട്ടാണോ നടക്കുന്നതെന്നും ഉറപ്പിക്കണം. ഈ ക്യാഷ് ഔട്ട്ഫ്ലോയിലാണ് നമ്മൾ ക്രെഡിറ്റിൽ വാങ്ങുന്ന വെൻഡേഴ്സ്, സപ്ലയേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ വരുന്നത്. അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ക്രെഡിറ്റേഴ്സിനെ പ്രോപ്പറായിട്ടല്ല മാനേജ് ചെയ്യുന്നതെങ്കിൽ, അതായത് അവരുടെ പേയ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ അല്ലെങ്കിൽ അവിടെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ബിസിനസ്സിന് ധാരാളം കോസ്റ്റ് വരും. ക്രെഡിറ്റേഴ്സിനുള്ള പേയ്മെൻറ്റ് പ്ലാൻ ഇല്ലെങ്കിൽ വെൻഡേഴ്സിന് ട്രസ്റ്റ് പോവും, ഡിസ്കൗണ്ട് മിസ്സാകും, ഫ്യൂച്ചർ സപ്ലൈ ബ്ലോക്ക് ആകും, മാർക്കറ്റ് റെപ്യൂട്ടേഷൻ നെഗറ്റീവായിട്ട് അഫക്റ്റ് ആകും. സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സുകളിൽ ക്രെഡിറ്റേഴ്സ് മാനേജ്മെൻറ്റ് ഏരിയയിൽ കണ്ടുവരുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ മെയിൻ വരുന്നത് ഒരു പ്രോപ്പർ പേയ്മെൻറ്റ് പ്ലാൻ ഇല്ലാത്തതാണ്. വെൻഡേഴ്സിൽ നിന്നും അല്ലെങ്കിൽ സപ്ലൈസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിന് ശേഷം അവർക്കുള്ള പേയ്മെൻറ്റ് എപ്പോഴാണ്, എത്രയാണ് കൊടുക്കേണ്ടതെന്ന് പല ഫാക്ടേഴ്സിൻ്റെയും ബേസിൽ, അത് ഡിസ്കൗണ്ട് ആയിരിക്കാം, പെനാൽറ്റീസ് ആയിരിക്കാം, അവൈലബിൾ ക്യാഷ് ഫ്ലോ ബേസിലായിരിക്കാം, വെൻഡേഴ്സ് തന്നിട്ടുള്ള ക്രെഡിറ്റ് ടേംസിൻ്റെ ബേസിലായിരിക്കാം. ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സിൻ്റെ ബേസിൽ സപ്ലൈസിന് കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ കൃത്യമായി ഉണ്ടായിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള ക്രെഡിറ്റ് ടേം ഇല്ലാത്തതും ഒരു പ്രോബ്ലമാണ്. ക്രെഡിറ്റ് ടേംസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഇല്ലെങ്കിൽ ഈ വെൻഡേഴ്സും പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയും തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനും അത് ലോങ് ടേമിലോട്ട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനും കാരണമാകും. ഇതെല്ലാം ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിലും ഇത് ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എഫക്റ്റ് വളരെ വലുതാണ്. ക്രെഡിറ്റേഴ്സ് മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആണോ എന്ന് അനലൈസ് ചെയ്യാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ബൈ ആവറേജ് പേയബിൾസ് ആണ്. ഈ റേഷ്യോ യൂസ് ചെയ്ത് ബിസിനസ്സിൻ്റെ പേയ്മെൻറ്റ് ഡിസിപ്ലിൻ, ക്രെഡിറ്റ് ടേം യൂട്ടിലൈസേഷൻ, ലിക്വിഡിറ്റി പൊസിഷൻ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ അക്കൗണ്ട്സ് പേയബിൾ റേഷ്യോ കൂട്ടുന്നതാണ് ബിസിനസ്സിന് ഫേവറായിട്ട് വരുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് അധികമായാൽ അത് അൺഫേവറബിൾ ആയി മാറാം. അതായത് അക്കൗണ്ട്സ് പേയബിൾ റേഷ്യോ ഡിക്രീസ് ആവാതെ ഇൻക്രീസ് ആവാൻ ശ്രദ്ധിക്കണം. പക്ഷേ ഒരു ലിമിറ്റിന് കൂടുതൽ ഇൻക്രീസ് ആവാനും പാടില്ല. ക്രെഡിറ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് മാത്രമല്ല, അത് ക്രെഡിറ്റേഴ്സും ബിസിനസ്സും തമ്മിലുള്ള ട്രസ്റ്റ്, പ്ലാനിങ്, റിലേഷൻഷിപ്പ്, റെപ്യൂട്ടേഷൻ ഇവയൊക്കെ ട്രിഗർ ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്ന ഫംഗ്ഷൻ അത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണം. കറക്റ്റായിട്ടുള്ള റേഷ്യോയിൽ ക്രെഡിറ്റേഴ്സിനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്രെഡിറ്റ് ടേം ക്ലിയർലി ഫിക്സ് ചെയ്യണം. 15 ഡേയ്സ് ആവാം, 13 ഡേയ്സ് ആവാം, 45 ഡേയ്സ് ആവാം. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പീരീഡ് ഫിക്സ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം വെൻഡർ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യണം. എക്സലിലും ബെറ്റർ ആയിട്ട് ടാലി, സോഹോ, ERP സോഫ്റ്റ്വെയർസ് ഒക്കെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യം ഏജിങ് റിപ്പോർട്ട് ട്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി കിടക്കുന്ന വെൻഡേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. 4, വീക്ക്ലി പേയ്മെൻറ്റ് പ്ലാൻ റിവ്യൂ ചെയ്യണം. അതായത് ഏർലി പേയ്മെൻറ്റ് ഡിസ്കൗണ്ട്സ് ഓപ്ഷൻ കൂടി പ്രത്യേകമായി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം പേയ്മെൻറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്യാനും റിവ്യൂ ചെയ്യാനും. വെൻഡർ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സ്ട്രോങ് ആക്കാനും ഇതെല്ലാം വഴി സാധിക്കും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വെൻഡർ ഓപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വെൻഡറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഈ ക്രെഡിറ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്ന ഫംഗ്ഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. എന്നാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതായത് SOPയുടെ സഹായത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്ന ഫംഗ്ഷൻ സിമ്പിളായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നടക്കും. എംപ്ലോയീസിന് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നും SOP വഴി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ആവുകയും
പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ആക്യുറേറ്റ് ആയിട്ട് നടക്കുകയും ചെയ്യും. KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പെർഫോമൻസ് ഇവാലുവേഷനും അതിൻ്റെ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതും വഴി കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനും ക്രെഡിറ്റേഴ്സ് മാനേജ്മെൻറ്റിൽ കൂടുതൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാനും പറ്റും. ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നന്ദി.